ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ ഹിന്ദി യൂണിറ്റ് 2 ലെസൺ 2 യഹ് ധർത്തി ഹൈ ഉസ് കിസാൻ की पार्ट 3। खेती से संबंध रखने वाले शब्द कविता से पहचान कर लिखे। खेती से संबंध रखने वाले കൃഷിയുമായി ബന്ധപ്പെട്ട ശബ്ദ് വാക്കുകൾ കവിതാസെ പെഹച്ചാൻ ലിയേ കവിതയിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. जुआ, बीज, बैलों, मिट्टी, खेत, फसल, अन्न, खाद। किसान अपनी ज़िंदगी कैसे व्यतीत करता है, कविता के आधार पर पूर्ति करें। കിസാൻ കൃഷിക്കാരൻ അപ്നി ജിന്ദഗി തൻ്റെ ജീവിതം കൈസേ എങ്ങനെ വ്യതീത് കർത്താ ഹെ ചിലവഴിക്കുന്നു കവിത കെ ആധാർ പർ പൂർത്തി കരെ കവിതയിൽ നിന്നും കണ്ടെത്തി എഴുതുക. ആൻസർ കിസാൻ വർഷ ഔർ ധൂപ് മേം കാം കർത്താ ഹെ കൃഷിക്കാരൻ മഴയത്തും വെയിലത്തും ജോലി ചെയ്യുന്നു. കിസാൻ അപ്നെ ബൈലോं के कंधों पर ഭാഗ്യ കാ ജുവ രക്താ ഹെ കർഷകൻ തൻ്റെ കാളകളുടെ തോളിൽ വിധിയുടെ നുകം വയ്ക്കുന്നു. കിസാൻ ഖൂൻ ചാടത്തി ഹുയി വായു മേം പൈനി കുസി സെ ഖേത്ത് ജോത്ത്താ ഹെ കൃഷിക്കാരൻ ഖൂൻ ചാടത്തി ഹുയി വായു രക്തം ഊറ്റി കുടിക്കുന്ന അല്ലെങ്കിൽ രക്തം വറ്റിക്കുന്ന ആ വായു ആ ചൂടത്തും പൈനി കുസീസെ കലപ്പ ഉപയോഗിച്ച് ഖേത്ത് ജോത്ത്താ ഹെ നിലം ഉഴുന്നു. किसान नए वर्ष में नई फसल के लिए बीज बोता है കൃഷിക്കാരൻ പുതിയ വർഷത്തിൽ പുതിയ വിളവിനായി വിത്ത് വിതയ്ക്കുന്നു. കിസാൻ മിട്ടി കാ മർമ്മ സമജ്താ ഹെ കൃഷിക്കാരന് മണ്ണിൻ്റെ സത്ത മനസ്സിലാക്കുന്നു. കിസാൻ മിട്ടി കെ സംഗ് തബ്കർ ഗൽക്കർ ഔർ മർക്കർ അപ്ന ജീവൻ ഗപ്പാത്ത ഹെ കൃഷിക്കാരൻ മിട്ടി കെ സംഗ് മണ്ണിനോടുകൂടി തബ്കർ എന്ന് വെച്ചാൽ എന്താണ്, ചൂടുകൊണ്ട്, ഗൽക്കർ ഉരുകി, ഔർ മർക്കർ മരിച്ച്, അപ്ന ജീവൻ ഗപ്പാത്ത ഹെ തൻ്റെ ജീവിതം ചിലവഴിക്കുന്നു. കിസാൻ മിട്ടി മേം സോനെ കാ സപ്ന ദേഖ്താ ഹെ ഔർ ഉസ്കി മഹിമ ഗാത്താ ഹെ കൃഷിക്കാരൻ മണ്ണിൽ സ്വർണം സ്വപ്നം കാണുകയും അതിൻ്റെ മഹത്വം പാടുകയും ചെയ്യുന്നു. കിസാൻ അപ്നെ തൻ കി ഖാദ് കോ മിട്ടി മേ മിലാക്കർ ഉസേ ജീവിത് രഖ്താ ഹെ കൃഷിക്കാരൻ തൻ്റെ ശരീരത്തിൻ്റെ വളം മണ്ണിൽ ചേർത്ത് അതിനെ ജീവനോടെ നിലനിർത്തുന്നു. കവിത സെ നിമ്നലിഖിത് ആശയ വാലി പങ്ക്തിയാം ചുൻകർ ലിഖേ താഴെ 2 ലൈൻ തന്നിട്ടുണ്ട്. അതിൽ ആ ഒരു ലൈൻ വായിച്ചിട്ട് അതിൻ്റെ അതേ അർത്ഥം വരുന്ന വരികൾ പോയത്തിൽ നിന്നും കവിതയിൽ നിന്നും എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ആദ്യത്തെ വരി കിസാൻ അപ്നി ജിന്ദഗി വ്യതീത് കർക്കെ ഖേത് മേം സമൃദ്ധി കാ സ്വപ്ന ദേഖ്താ ഹെ കൃഷിക്കാരൻ തൻ്റെ വയലുകളിൽ സമൃദ്ധി സ്വപ്നം കണ്ട് ജീവിതം ചിലവഴിക്കുന്നു. അപ്പോൾ ഈ വരികളുടെ അർത്ഥം വരുന്ന വരികൾ ഏതൊക്കെയാണ്? गपा रहा है जीवन अपना, देख रहा है मिट्टी में सोने का सपना, मिट्टी की महिमा गाता है. അടുത്ത ചോദ്യം കിസാൻ കടി മെഹനത്ത് സെ ഖേത് കോ സദാ ഉർവർ ബനാത്ത ഹെ ഔർ സ്വയം ജീവിത് രഹ്താ ഹെ കർഷകൻ എപ്പോഴും കഠിനാധ്വാനത്തിലൂടെ വയലിനെ ഫലഭൂയിഷ്ടമാക്കുകയും സ്വയം അതിജീവിക്കുകയും ചെയ്യുന്നു. ഈ അർത്ഥം വരുന്ന വരികൾ ഏതൊക്കെയാണ്? അപ്നെ തൻ കി ഖാദ് മിലാക്കർ മിട്ടി കോ ജീവിത് രഖ്താ ഹെ ഖുദ് ജീത്താ ഹെ. പഠേ സംജേ ഔർ ലിഖേ താഴെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്, അത് വായിക്കുക. ഊപ്പർ ദിയേ ഗയേ ശബ്ദോം സെ ഈ വാക്കുകൾ ഉപയോഗിച്ച് നയേ വാക്യ ബനാക്കർ ലിഖേ പുതിയ വാക്യം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം എന്താണ്? ജാക്കർ പോകുക എന്നൊക്കെയുള്ള അർത്ഥം. മേ മൈദാൻ മേ ജാക്കർ ഖേൽത്താ ഹൂ ഞാൻ മൈതാനത്തിൽ പോയി കളിക്കും. നെക്സ്റ്റ് ബർസാക്കർ പെയ്യുക. ബാദലോനെ അചാനക് ബർസാക്കർ സബ്കോ ഭീഗാ ദിയ ബാദലോനെ മേഘം അചാനക് പെട്ടെന്ന് ബർസാക്കർ മഴയായി പെയ്ത് സബ്കോ ഭീഗാ ദിയ എല്ലാവരെയും നനയിപ്പിച്ചു.
നെക്സ്റ്റ് ഗർജുകർ, ഗർജിക്കുക. ബാദലോ കി ഗർജിക്കർ ആവാസ് സുനായി ദി, മേഘത്തിൻ്റെ ഗർജിക്കുന്ന ശബ്ദം കേട്ടു. അടുത്ത എന്താണ്? ഡൂബ്കർ, മുങ്ങുക. വഹ് പാനിമേൻ ഡൂബ്കർ തൈർന സീഖയ, അവൻ അല്ലെങ്കിൽ അവൾ വെള്ളത്തിൽ മുങ്ങിയാണ് എന്താണ്? തൈർന സീഖയ, നീന്തൽ പഠിച്ചത്. അടുത്തത് എന്താണ്? തപ്കർ, ഗർമിമേം സൂരജ് തപ്കർ ജൽത്താ ഹെ, ചൂടുകാലത്ത് സൂര്യൻ്റെ ചൂട്, അതായത് ഉഷ്ണകാലത്ത് സൂര്യൻ്റെ ചൂട് ഭയങ്കരമാണ്. നെക്സ്റ്റ് മർക്കർ, वह वीर सिपाही देश के लिए लड़ते हुए मरकर भी अमर हो गया, ആ വീരജവാൻ ദേശത്തിന് വേണ്ടി പോരാടി മരിച്ചിട്ടും ഇപ്പോഴും നമ്മുടെ മനസ്സുകളിൽ ജീവനോടെ ഇരിക്കുന്നു. നെക്സ്റ്റ് കവിതാക്കി ആസ്വാദൻ ടിപ്പണി ലിഖെ, ടിപ്പണി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, അതെന്ന് നോക്കാം. കേദാരനാഥ് അഗ്രവാൾ ഹിന്ദി സാഹിത്യಕ್ಕೆ പ്രമുഖ കവി थे. കേദാരനാഥ് അഗർവാൾ ഹിന്ദി സാഹിത്യത്തിൻ്റെ പ്രമുഖ കവിയാണ്. उनकी कविता यह धरती है उस किसान की में किसानों की मेहनत और संघर्ष को प्रस्तुत किया गया है. उनकी कविता, അദ്ദേഹത്തിൻ്റെ കവിത യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി, അതിൽ കിസാനോ കി മെഹനത്ത്, കൃഷിക്കാരുടെ അധ്വാനവും, ഔർ സംഘർഷ് കോ പ്രസ്തുത് കിയാ ഗയ ഹെ, സംഘർഷഭരിതമായ ജീവിതത്തെക്കുറിച്ചാണ് അതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. किसान अपने बैलों के साथ वर्षा और धूप में भी खेत जोतता है और बीज बोता है. കിസാൻ, കൃഷിക്കാരൻ, അപ്നെ ബൈലോ കെ സാത്ത്, തൻ്റെ കാളകളുടെ കൂടെ, വർഷ അവർ ധൂപമേം, മഴയത്തും വെയിലത്തും, ഖേത്ത് ജോത്തുത ഹെ, എന്താണ്? വയൽ ഉഴുന്നു, നിലമുഴുന്നു, ഔർ ബീജ് ബോത്ത ഹെ എന്ന് വെച്ചാൽ എന്താണ്? വിത്ത് വിതയ്ക്കുന്നു. ഉസ്കി മെഹനത്ത് സേ നയി ഫസൽ ഉഗാത്തി ഹെ, ഉസ്കി മെഹനത്ത് സേ, അവൻ്റെ അധ്വാനം കൊണ്ട്, നയി ഫസൽ, പുതിയ വിളവ്, ഉഗാത്തി ഹെ, ഉണ്ടാകുന്നു. कवि ने बताया है कि धरती न किसी राजा की है और न ही किसी गरीब की बल्कि केवल किसान की है. कवि ने बताया है कि, കവി പറയുന്നു, ധർത്തി ന കിസി രാജാ കി ഹെ, ഭൂമി ഒരു രാജാവിൻ്റെയുമല്ല, ഔർ ന ഹി കിസി ഗരീബ് കി, ഒരു പാവപ്പെട്ടവൻ്റെയുമല്ല, ബൽക്കി എന്നാലോ, കേവൽ കിസാൻ കി ഹെ, കൃഷിക്കാരൻ്റെ മാത്രമാണ്. किसान मिट्टी का पारगी होता है और अपने जीवन को तपकर गलकर और मरकर भी मिट्टी को उपजाऊ बनाता है. കിസാൻ, കൃഷിക്കാരൻ, മിട്ടി കാ പാരഗി ഹോത്ത ഹെ, മണ്ണിനെക്കുറിച്ച് എല്ലാം അറിയുന്ന ആളാണ്, മണ്ണിൻ്റെ ഉപജ്ഞാതാവാണ്. ഔർ അപ്നെ ജീവൻ കോ, തൻ്റെ ജീവിതത്തെ, തപ്കർ ചൂടുകൊണ്ട്, ഗൽക്കർ ഉരുകി, ഔർ മർക്കർ മരിച്ച്, മിട്ടിക്കോ ഉപജാവു ബനാത്ത ഹെ, എന്നിട്ട് മണ്ണിനെ ഫലഭൂയിഷ്ഠമാക്കുന്നു. കൃഷക് ദിവസ് പർ ആപ്കെ വിദ്യാലയ മേം ജഥ നിക്കാൽ ജാ രഹാ ഹെ, പ്ലക്കാർഡ് കെ ലിയെ സന്ദേശ് ലിഖെ. അപ്പോൾ കൃഷി ദിവസത്തിൽ നിങ്ങളുടെ സ്കൂളിൽ നിന്നും ജഥ, ഒരു പ്രൊസഷൻ, ഘോഷയാത്ര പോലെ പോവുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്ലക്കാർഡാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 3 സെൻറ്റൻസ് തന്നിട്ടുണ്ട് പ്ലക്കാർഡിന് എഴുതാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഓരോ പ്ലക്കാർഡും ഓരോ കുഞ്ഞു ബോക്സിൻ്റെ അകത്താണ് എഴുതേണ്ടത്. ഓക്കെ, ആദ്യത്തേത് കിസാൻ നെഹി തോ ഖാന നെഹി, കൃഷിക്കാരില്ലെങ്കിൽ ഭക്ഷണമില്ല. ജയ് ജവാൻ ജയ് കിസാൻ, എന്താണ്? പട്ടാളത്തുകാർ അല്ലെ, ജവാൻ ജയിക്കുക, പിന്നെ കൃഷിക്കാർ ജയിക്കുക. ജീത്താ രഹേ കിസാൻ, കൃഷിക്കാർ നീണാൽ വാഴട്ടെ. ഇങ്ങനെ 3 എണ്ണമാണ് ഞാൻ തന്നിട്ടുള്ളത്. ഓരോന്നും ഓരോ ബോക്സിൽ എഴുതണം. ഓക്കെ. സഫലത കെ ലിയെ പരിശ്രम की आवश्यकता है. निम्नलिखित बिंदुओं पर चर्चा करें और लेख लिखें. വിജയത്തിന് കഠിന അധ്വാനം ആവശ്യമാണ്. ഇനി പറയുന്ന പോയിന്റുകൾ ചർച്ച ചെയ്ത് ഒരു ലേഖനം എഴുതുക. അപ്പോൾ താഴെ പറയുന്ന പോയിന്റെല്ലാം നമ്മൾ എഴുതുന്ന ലേഖനത്തിൽ ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ് ആ പോയിന്റ്? ജീവൻ മേ സഫലത പ്രാപ്ത് കർന, हार धकान का सामना करना, संघर्ष भरे जीवन में आगे बढ़ते जाना, परिश्रम का महत्व पहचानना, समाज और देश के विकास में परिश्रम का योगदान. ഈ പോയിൻറ്റ്സൊക്കെ നമ്മൾ എഴുതുന്നതിൽ കാണണം. അപ്പം നമുക്ക് ലേഖനം എഴുതാം. സഫലത കെ ലിയെ പരിശ്രം കി ആവശ്യകത. സഫലത കെ ലിയെ എന്ന് വെച്ചാൽ അതാണ് ഹെഡിങ്. സഫലത കെ ലിയെ എന്ന് വെച്ചാൽ വിജയത്തിന് പരിശ്രമം കി ആവശ്യകത, പരിശ്രമം കൂടിയേ തീരത്തുള്ളൂ.
അതാണ് ഹെഡിങ്. അപ്പം നമുക്ക് എഴുതാം, സഫലത പ്രാപ്ത് കർണേ കെ ലിയെ പരിശ്രം കി ആവശ്യകത ഹേ. സഫലത പ്രാപ്ത് കർണേ കെ ലിയെ ജീവിതത്തിൽ വിജയം നേടാൻ പരിശ്രം കി ആവശ്യകത ഹേ, പരിശ്രമം കൂടിയേ തീരത്തുള്ളൂ. പരിശ്രം സെ ഹം അപ്നെ ലക്ഷ്യോं को प्राप्त कर सकते हैं. പരിശ്രം സെ, പരിശ്രമിച്ചാൽ മാത്രമേ ഹം അപ്നെ ലക്ഷ്യോं को, നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളെ പ്രാപ്ത് കർ സക്തേ ഹെ, ആ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. सफलता की राह में अनेक कठिनाइयाँ आती है, लेकिन एक परिश्रमी व्यक्ति कभी हार नहीं मानता. സഫലത കി രാഹ് മേം, ജീവിത വിജയത്തിലോട്ടുള്ള യാത്രയിൽ അനേകം കഠിനായി ആത്തിഹെ, നിറയെ ധാരാളം കഠിനായി, അതായത് പ്രതിസന്ധികൾ വരും. ലേക്കിൻ ഏക് പരിശ്രമി വ്യക്തി, പക്ഷേ ഒരു പരിശ്രമശാലിയായ ആളെന്ത് ചെയ്യണം, കബി ഹാർ നഹി മാൻത, അതിൽ തോറ്റുപോകരുത്, അതിന് മുൻപിൽ തല കുനിച്ചു കൊടുക്കരുത്. നമ്മൾ വീണ്ടും തോറ്റാലും നമ്മൾ അവിടെ നിന്നും ഉയർത്തെഴുന്നേൽക്കണം. ജീവൻ ഏക സംഘർഷ് ഹേ, ജീവിതം എന്ന് പറയുന്നത് ഒരു സംഘർഷഭരിതമായ കാര്യമാണ്. ഫിർബി, എന്നാലും ഹമേ ആകെ ബഡത്തെ ജാന ഹെ, നമുക്ക് മുന്നോട്ട് തന്നെ പോകണം. പരിശ്രം സേ, പരിശ്രമം കൊണ്ട് ഹമേ അപ്നെ ലക്ഷ്യോ തക് പഹുഞ്ച്നെ കി മദദ് മിൽത്തി ഹെ, നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താനുള്ള സഹായം കിട്ടും. സമാജ് ഔർ ദേശ് കെ വികാസ് മേം, സമൂഹത്തിൻ്റെയും ദേശത്തിൻ്റെയും വികാസത്തിന് പരിശ്രം കാ ബഡാ യോഗ്ദാൻ ഹോത്താ ഹെ, പരിശ്രമത്തിന് വളരെ വലിയ പങ്കുണ്ട്. ഇനി നമുക്ക് കവിയെക്കുറിച്ച് നോക്കാം. കേദാർനാഥ് അഗ്രവാൾ, ജന്മ 1 अप्रैल 1911, मृत्यु 22 जून 2000. കേദാർനാഥ് അഗ്രവാൾ का जन्म उत्तर प्रदेश में हुआ. കേദാർനാഥ് അഗ്രവാൾ ഉത്തർപ്രദേശിലാണ് ജനിച്ചത്. उन्होंने जनसाधारण के जीवन की गहरी और व्यापक संवेदना को अपनी कविताओं में मुखरित किया. അദ്ദേഹം തൻ്റെ കവിതകളിൽ സാധാരണ ജനജീവിതത്തിലെ കഷ്ടപ്പാടും പ്രയാസങ്ങൾ അതൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. ഫൂൽ നഹി രംഗ് ബോൽത്തെ ഹേ, അപൂർവ, പഹല പാനി, മസ്ദൂർ കാ ജന്മ, ബസന്തി ഹവ, ആജ് നദി ബിൽക്കുൽ ഉദാസ് ദി ആദി ഉൻകി പ്രമുഖ രചനായം ഹെ, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചനകൾ. വേ സോവിയറ്റ് ലാൻഡ് നെഹ്റു പുരസ്കാർ, സാഹിത്യ അക്കാദമി പുരസ്കാർ, മൈഥിലി ശരൺ ഗുപ്ത് പുരസ്കാർ ആദി സെ സമ്മാനിത് ഹെ, ഈ പുരസ്കാരങ്ങളെല്ലാം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതോടുകൂടി ഈ പാഠത്തിലെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ക്ലാസ് അവസാനിക്കുകയാണ്. ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്